ഇപ്പം നമ്മൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തമിഴിലേക്കോ അല്ലെങ്കിൽ അന്യഭാഷകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇവരെ വളരെ വളരെ പവർഫുള്ളായ സെൻട്രൽ പൊസിഷനിലുള്ള ഒരു വില്ലൻ കഥാപാത്രങ്ങളായിട്ട് അവർക്കുള്ള അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഫഹദ് ഫാസിൽ മാമന്നൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് തമിഴ് ആ ഒരു സമൂഹം മുഴുവൻ അത് അതിനകത്തെ ഒരു മെയിൻ കഥാപാത്രത്തെ അപേക്ഷിച്ച് ഫഹദ് വളരെ ഒരു ഉയരത്തിലായിരുന്നു പ്ലേസ് ചെയ്യപ്പെട്ടത് അല്ലേ. ഇപ്പം നമ്മൾ മാമനെ ഇറങ്ങിക്കഴിഞ്ഞ് ആ ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ആന്തംസ് വരെ ഇറങ്ങി അല്ലേ. അതിന് ആ കഥാപാത്രം മറ്റേ ആ കടപ്പുറത്തൂടെ കുതിര ഓടിച്ച് വരുന്ന ആ സീനിലൊക്കെ ഒരു ഡെപ്പിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ആന്തംസ് വരെ ഇറങ്ങി. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർക്ക് അതിലൊരു അഭിനയം ഒരു വളരെയധികം ഒരു 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 ഘടകമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള കൂടുതൽ ഒരു അഭിനയത്തിൻ്റെ ഒരു സാധ്യത വെച്ചിട്ടാണോ അവരെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സ്ട്രോങ് വില്ലൻ കഥാപാത്രത്തിലേക്ക് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെയുള്ള സിനിമകൾ നമ്മൾ കാണുകയാണെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന നായകൻ്റെ ഒരു അടി വാങ്ങിക്കാനുള്ള ഒരു കഥാപാത്രമായിട്ട് ആയിരുന്നു പോർട്രയൽ കൂടുതൽ. പക്ഷേ ഇപ്പോൾ നോക്കി കുറച്ചുകൂടെ ഡെപ്തുള്ള ആഴം ഉള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഫഹദ് ഫാസിൽ ഒരുപാട് മറ്റു ഭാഷയിലുള്ള ചിത്രങ്ങളിൽ വില്ലൻ റോളുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ മറ്റു ഭാഷയിൽ പോയി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നായകനൊപ്പം പ്രാധാന്യം കിട്ടുന്ന റോളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ വിജയ് സേതുപതി പോലും കുറച്ച് നാൾ കണ്ടിന്യൂസ്ലി വില്ലൻ റോളുകളായിരുന്നു. അതെ, അവസാനം പുള്ളിക്ക് പറയേണ്ടി വന്നു ഞാൻ കുറച്ച് നാൾ ഇനി വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നില്ല എന്നവരെ പറയേണ്ടി വന്നു. അപ്പം പഴയതിനേക്കാൾ ഒത്തിരി ഡെപ്ത് കിട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ക്യാരക്ടർ വൈസ് കുറച്ച് ഡെപ്ത് കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു മാറ്റം നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും ഒരു കാലത്ത് വില്ലൻ റോളുകൾ ചെയ്യാൻ ഒരു ചെറിയ മടി കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് മോഹൻലാൽ എന്ന നടനെ നോക്കിയാൽ ഉയരങ്ങളിൽ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു 1980-കളിൽ. നല്ലൊരു വില്ലനിസമായിരുന്നു. അല്ലെങ്കിൽ വിധേയൻ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം, മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം. പിന്നീട് അങ്ങോട്ട് അവരങ്ങനെ ഒരു വില്ലൻ റോളുകൾ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിയാൽ അറിയാം മമ്മൂട്ടി എന്ന നടൻ്റെ ആണെങ്കിലും പല മികച്ച റോളുകളും വരുന്നത് ഒരു വില്ലനിസത്തിലാണ് അല്ലേ. റോഷാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ബ്രഹ്മയുഗം ആണെങ്കിലും ഒക്കെ നോക്കിയാൽ അപ്പോൾ ഇവരുടെ തന്നെ ഒരു അഭിനയ രീതിയിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ എഴുത്തുകാർ വില്ലനെ കുറച്ചുകൂടെ നന്നായിട്ട് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. അതായത് നായകനെ ഒരു ഭയങ്കര ഹൈ പെർഫോമൻസിലേക്ക് എലിവേറ്റ് ചെയ്യണമെങ്കിൽ നായകനെ ചലഞ്ച് ചെയ്യുന്ന ഒരു വില്ലൻ കഥാപാത്രം അല്ലേ. ഇപ്പൊ ബാഹുബലി ആണെങ്കിലും ബാഹുബലിയിൽ ആ പൽവാർ ദേവൻ എത്രത്തോളം ഹൈയിൽ പോകുന്നോ അതനുസരിച്ചാണ് നമ്മൾ ബാഹുബലിയെ കാണുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ടല്ലോ അതിനകത്ത്. മംഗലശ്ശേരി നീലകണ്ഠൻ ആണെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സിന് ആ രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഓർമ്മിക്കുന്ന ഒത്തിരി വില്ലന്മാരുണ്ട്. ഇപ്പോൾ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലൻ അതേ അധികം സിനിമയിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ വിയറ്റ്നാം കോളനി എന്ന് പറയുമ്പോൾ ഒരു ഫേസ് നമുക്കുണ്ട്. FIR ഓർമ്മയില്ല, FIR അതിൽ എനിക്ക് തോന്നുന്നു ഇവരെ ഇത്രയും നല്ല ആഘോഷിക്കത്തക്ക പോലെ പ്ലേസ് ചെയ്യുന്നതിൽ BGM ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ FIR സിനിമയിലാണെങ്കിലും ആ ഒരു BGM ഉണ്ടല്ലോ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ. പിന്നെ കുറച്ച് നാൾ മലയാള സിനിമ നമ്മൾ നോക്കിയാൽ വില്ലനായിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നെപ്പോളിയൻ അല്ലെ, ഇപ്പം മുണ്ടയ്ക്കൽ ഷേം എന്നുള്ള കഥാപാത്രം നെപ്പോളിയൻ വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പോലെ നോക്കിയാൽ പുതുതായിട്ട് ഇറങ്ങുന്ന സിനിമകളിലാണെങ്കിലും വില്ലന്മാർ പുറത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നടന്മാർ മറ്റു ഭാഷകളിൽ പോയിട്ട് വില്ലനായിട്ട് അതൊരു പക്ഷേ ഇപ്പം നമ്മളുടെ മലയാളി സമൂഹം അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ വളരെ ഹീറോയിക്കായി കാണുന്ന ഒരു രക്ഷക ഒരു റോളിൽ കാണുന്ന ക്യാരക്ടേഴ്സിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വില്ലനായിട്ട് കാണാനായിട്ട് അവരൊരു പക്ഷേ ഇപ്പോഴായിരിക്കും ആ ഒരു ഫീൽഡിലോട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പല ഹാസ്യതാരങ്ങളായിട്ടുള്ള നമ്മൾ കണ്ടിരുന്ന ആളുകൾ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് എടുക്കുന്നു അല്ലേ. സീരിയസ് റോളുകളാണെങ്കിലോട്ട് അവരൊരു ഷിഫ്റ്റ് വരുന്നത്. ഇപ്പോൾ സലീം കുമാർ അല്ലെങ്കിൽ ജഗദീഷ് ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. അടുത്ത കാലത്തെ സുരാജ് വെഞ്ഞാറമൂട് ഹാസ്യതാരങ്ങളായിട്ട് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നവര് പെട്ടെന്ന് ഈ തരത്തിലുള്ള വില്ലനിസത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ ഒരു എഫക്റ്റ്. നമ്മൾ ഈ അന്യഭാഷയിലേക്ക് പോയ മലയാള താരങ്ങൾ പറയുമ്പോൾ ദളപതിയിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ അവിടെ ആ സമയത്ത് രജനീകാന്ത് എന്നുള്ള ആ ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്തിരുന്ന ഒരു ഹൈറ്റ് വളരെ വലുതാണ്. അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ പൊസിഷനിൽ നിൽക്കുകയാണ്. പക്ഷെ അതിൽ രജനീകാന്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉന്നാൽ മുടിയാതെ എന്നുള്ള സാധനമൊക്കെ പറയുമ്പോൾ ആ ഡയലോഗൊക്കെ പറയുമ്പോൾ ആ ദേവരാജ് എന്ന ക്യാരക്ടറിനെ മമ്മൂക്ക പ്ലേസ് ചെയ്ത് ഇപ്പോഴും ആ ദളപതി ചർച്ച ചെയ്യുമ്പോൾ രജനീകാന്തിൻ്റെ ഈക്വലോ അല്ലെങ്കിൽ ഒരു പടിക്കപ്പുറത്തേക്കോ ദേവരാജിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപക്ഷെ മലയാള അഭിനേതാക്കളുടെ അഭിനയ ഒരു പാഠവുമായിരിക്കുമല്ലേ അവരെ കൂടുതൽ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വിളിക്കുന്നതിലും കൂടുതലായിട്ട്. ഇപ്പോൾ ഫഹദിനെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ്, അങ്ങനെ മമ്മൂക്ക ദളപതിയിലൊക്കെ പോയതുപോലെ മലയാളത്തിലെ മെത്തേഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ വളരെ നൈസർഗികമായി ഇത്തരത്തിലുള്ളൊരു വില്ലൻ പൊസിഷൻ ചെയ്യാൻ അവർക്കുള്ളൊരു കഴിവായിരിക്കില്ലേ?
അതായിരിക്കും എനിക്ക് തോന്നി കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദ് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ശരിക്കും വില്ലൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഫഹദിനെയാണ് തോന്നുന്നത്. അപ്പൊ പഴയ വില്ലനിസത്തിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടില്ലേ? പണ്ട് നമ്മള് സ്റ്റണ്ട് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ നായകന്റെ അടി മാത്രം കൊണ്ട് തെറിച്ചു പോകുന്ന വില്ലനായിരുന്നു. അവിടെ അഭിനയത്തിന് ഒരു സാധ്യതയില്ല. പക്ഷെ ഇപ്പൊ അഭിനയിക്കുന്ന വില്ലന്മാരാണ്. നമുക്ക് ചില സിനിമകളാണെങ്കിലും വില്ലന്മാരോടല്ലേ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. അഞ്ചാം പാതിര വരുമ്പം ഡോക്ടർ ബെഞ്ചമിൻ അപ്പോ ഡോക്ടർ ബെഞ്ചമിൻ ഒരു കോസ് ഉണ്ട് അല്ലേ, ആ സിനിമയിൽ ഒരു കോസ് ഉണ്ട്, ആ വില്ലനൊരു കോസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അയ്യോ അയാൾ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ നശിപ്പിച്ച ആളെ തിരിച്ചു കൊടുക്കണം. മിന്നൽ മുരളി. അപ്പോൾ അങ്ങനെ മിന്നൽ മുരളി ഏറ്റവും വലിയൊരു കൾട്ട് എക്സാമ്പിൾ ആയിരുന്നു. മിന്നൽ മുരളി തന്നെ അവരുടെ പ്രണയത്തിലാണ് കുറച്ചുകൂടി ഹൈലൈറ്റ് വന്നത് അല്ലേ. അപ്പോൾ അത് അഭിനയ സാധ്യത എന്നുള്ളതിനെ മുൻനിർത്തി ആയിരിക്കും. ഇപ്പൊ ഈ നടന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പൊ പണ്ടി അടി വാങ്ങുന്ന വില്ലന്മാരൊഴികെ നമുക്ക് ടി ജി രവി പോലെ അല്ലെങ്കിൽ ബാലൻ കെ നായർ പോലുള്ള കുറെ നടന്മാരുടെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ദേവൻ അല്ലെങ്കിൽ സായി കുമാർ, സിദ്ദിഖ്, അതുപോലെ തന്നെ അതിനൊക്കെ തൊട്ട് മുമ്പ് രാജൻ കുഞ്ഞിക്കുനിലെ സായികുമാറിന്റെ ഒക്കെ ടെറർ ഫേസ് പിന്നീട് അത് തമാശയായി മാറി. ആ കാലത്ത് ശരിയാ. അതുകൊണ്ട് ഒരുപാട് വില്ലന്മാർ ഇപ്പൊ തമാശ വില്ലൻ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ദശമൂലം ഒരു നെഗറ്റീവ് വില്ലനിസം കാണിച്ച് തമാശയായി പോകുന്ന കഥാപാത്രങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഭീമൻ രഘു മറ്റൊരു ഉദാഹരണമാണ്. ഒരു കാലത്ത് അദ്ദേഹം കണ്ടിന്യൂസ് ബാബുരാജ് എങ്ങനെയുള്ള റോളുകളായിരുന്നു, ഇവരെ പിന്നീട് കൊണ്ട് ഈ തമാശ റോളുകൾ വെക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ ബാബുരാജിന്റെ ഇമേജ് തന്നെ മാറിപ്പോയി അല്ലെ. വളരെ ടഫ്, എപ്പോഴും ഭയങ്കര നായകനും നായകന്റെ കൂട്ടാളികളെ ഇടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു പോലീസ് ക്യാരക്ടറിൽ നിന്ന് ബാബുരാജിന് ഒരു ഷിഫ്റ്റ് സംഭവിച്ചു അല്ലേ. അപ്പൊ പിന്നെ NF വർഗീസ്, നരേന്ദ്രപ്രസാദ് പോലുള്ള ശബ്ദത്തിന്റെ എലിവേഷൻ കൊണ്ട് അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദിന്റെ ആ ഒരു ആക്ഷൻസും അടുത്ത കാലത്ത് ഷമ്മി തിലകൻ അതുപോലെ ശബ്ദത്തിന്റെ ഒരു നമ്മളിപ്പോൾ പ്രജയിലെ ക്യാരക്ടർ പറയുന്നു സക്കീർ ഭായ്, അതൊക്കെ എപ്പോഴും വില്ലൻ എന്നുള്ള ആ ഒരു പൊസിഷനെ ഭയങ്കര ഒരു സിനിമയെ അതിനെ കാണികളിലേക്ക് കുറച്ചുകൂടി ഈ അടുത്ത കാലത്ത് ഇപ്പം നമ്മൾ രംഗണ്ണനെ പറയുന്നു. രംഗണ്ണൻ എന്ന് പറയുന്നത് മദ്യപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വില്ലനായ നായകൻ അല്ലേ. രംഗണ്ണൻ ഒരു കൊട്ടേഷൻ ലീഡറാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഒരു കൊട്ടേഷൻ ലീഡറാണ് രംഗണ്ണൻ എന്ന് പറയുന്നത്. പക്ഷെ നാടിൻ നന്മകനെ എന്നുള്ളത് നഴ്സറി കുട്ടികളുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നാഷണൽ ആന്തമായി ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാൽ നല്ലപോലെ കുട്ടികളോട്ട് ആ പാട്ടും ഒരു ക്യാരക്ടറും എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കളക്ഷൻ കിട്ടിയ സിനിമകൾ നോക്കി, ഇപ്പൊ KGF ആണെങ്കിൽ വില്ലൻ തന്നെയാണ് നായകൻ. പുഷ്പ 1, 2 നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പൊ കൂടുതലും നായകനേക്കാളും വില്ലനാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നന്നായി അഭിനയിക്കുന്ന വളരെ അഭിനയ സാധ്യതയുള്ള ആളുകൾക്ക് വില്ലനാകാനൊരു ഡിമാൻഡ് ഉണ്ട് അല്ലേ. ഇപ്പൊ മാർക്കോയുടെ 2ാം ഭാഗം വരികയാണെങ്കിൽ അതിൽ വിക്രം വില്ലനാവുന്നു പറഞ്ഞുള്ള റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് ഇപ്പം വരുന്നുണ്ടല്ലോ. കുറെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കുക, അപ്പം വില്ലൻ റോളിന് അത്രമാത്രം ഇപ്പോൾ ഒരു പോപ്പുലാരിറ്റി വരുന്നുണ്ട്. വിനായകൻ ജയിലർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു. അതുപോലെ ജോജു ജോർജ്, അദ്ദേഹം ജഗമേതന്തിരം എന്നാണ് ചിത്രത്തിൽ അഭിനയിച്ചു. പക്ഷെ അപ്പോൾ നമ്മൾ ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം ഒരു അല്ലേ, അത് ഇപ്പൊ രമ്യാകൃഷ്ണൻ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ സിനിമയിൽ രജനീകാന്തിന്റെ ഒരു കൗണ്ടർ പൊസിഷനിൽ നിന്ന് അഭിനയിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ, ഒരു സ്ത്രീ വില്ലത്തി, അങ്ങനെ ഒരു വാക്കുണ്ടോ അല്ല നമ്മൾ മലയാളത്തിൽ അല്ലേ, നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് വില്ലത്തി. അപ്പോൾ അത് എഴുത്തുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ടാവോ ആണോ അതോ എന്തുകൊണ്ടാവോ? വില്ലനിസം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാണല്ലോ. സ്ത്രീകൾ നമ്മൾ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ വാർത്തു വെച്ചിരിക്കുന്നത് നായകന്റെ ചുറ്റും കറങ്ങി നടക്കുന്ന വളരെ അതൊരു സിനിമയിലെ ഒരു വാർപ്പ് മാതൃകയാണ് അല്ലേ. അങ്ങനെ ഒരു വാർപ്പ് മാതൃകയില് വില്ലനിസം ഇല്ലാതെ പോയി. ഇപ്പൊ പൊളിച്ചു. റോഷാക്കിലെ ബിന്ദു പണിക്കറിന്റെ അത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള സീൻ അല്ലേ. കാരണം ബിന്ദു പണിക്കറുടെ തന്നെ ആ ഒരു ഫിലിം ലെഗസി നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വളരെയധികം മാറുന്നുണ്ട് അല്ലേ. വില്ലനിസം ഇല്ലെങ്കിലും നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാണ് സൂത്രധാരൻ എന്ന സിനിമയിൽ അവർ ചെയ്തിരിക്കുന്നത്. സൂത്രധാരനിലെ ബിന്ദു പണിക്കറൊക്കെ കൾട്രോളാണ്. അത് സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്താഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കൂ, ഒരു ഗ്യാങ് ലീഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്തിനും പോകുന്ന ഒരു ലേഡി
ഒരു 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 ആക്ട്രസ്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് നിലവിൽ അത്ര ഒരു പവർഫുൾ റോളിലേക്ക് വന്നിട്ടില്ല. വരുന്നത് ഇയോബിന്റെ പുസ്തകത്തിൽ പത്മപ്രിയ ചെയ്ത ഒരു വില്ലനിസം നെഗറ്റീവ് ഷെയർ വില്ലൻ ഒപ്പം നിൽക്കുന്ന വേണമെങ്കിൽ വില്ലന്മാർ 3-4 പേരുണ്ട്. ജയസൂര്യ അഭിനയിക്കുന്നുണ്ട്, അങ്കുർ റാവുത്തറായിട്ട് ജയസൂര്യ വരുന്നുണ്ട്, വേറൊരാളുണ്ട്. പക്ഷെ അവരിലൊക്കെ ഇച്ചിരി പക്ഷെ അവിടെ നമുക്ക് അങ്കുർ റാവുത്തറിന്റെ ആ ഒരു സ്പേസിലേക്ക് അങ്കുർ റാവുത്തർ കടന്നു വരുന്ന പോലെ ഒരു മറ്റൊരു ലേഡി കഥാപാത്രം ഒരു കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇവരെ എതിർത്ത് നിൽക്കുന്ന എല്ലാം കൈയടക്കാൻ ഒരു താൻ പോരിമയുള്ള ഒരു നമ്മൾ KG ജോർജിന്റെ സിനിമകൾ നോക്കിയപ്പോൾ യവനികയൊക്കെ പോലുള്ള സിനിമകളിലൊക്കെ ആ കാലത്ത് അതിന് മുമ്പ് സ്ത്രീകൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ശക്തമായ കുറെ കഥാപാത്രങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം ഒരു നന്മയുടെ പ്രതീകം എന്നതിൽ നിന്നും അവരുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എല്ലാ മനുഷ്യർക്കും ഉള്ള പോലത്തെ ഇമോഷണൽ ഡിഫറൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിലും പത്മരാജന്റെ സിനിമകളിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. കാരണം ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവരെ, ചില നിസ്സഹായതകൾ, ആ ഒരു റീസൺ കൊണ്ട് വില്ലനിസം കാണിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അന്നും ഉണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി വരുമായിരിക്കാം. ഇനി അടുത്ത കാലത്ത് നമുക്ക് ആഘോഷിക്കത്തക്ക തരത്തിലുള്ള വില്ലനിസമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കൂടുതലായി വരുമെന്ന് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.